എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ ആത്മകഥ സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നതിലെ ആദ്യത്തെ 4 ആത്മകഥകളുടെയും പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും പ്രത്യേകമായിട്ട് തന്നെ നോക്കാം. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിൻ്റെ, അതായത് ഇളംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ എന്നത്. അദ്ദേഹം പ്രവർത്തിച്ചത് CPI അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ EMSൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ കോൺഗ്രസേതര മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാലും അത് EMS തന്നെയാണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർക്കുക. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ രചിച്ച ഒരു പ്രമുഖ നവോത്ഥാന വ്യക്തിത്വമാണ് അന്ന ചാണ്ടി. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നിയമ ബിരുദധാരി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി എന്നിങ്ങനെ എല്ലാം പ്രത്യേകതയുള്ള ഒരു മലയാളിയായ നവോത്ഥാന നായിക കൂടിയാണ് അന്ന ചാണ്ടി. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് എന്ന കാര്യം ഒന്ന് ഓർക്കുക. അന്ന ചാണ്ടിയെ പറ്റി അധികം ആർക്കും അറിയാൻ മേലാത്ത ഒരു ഫാക്റ്റാണ് 1932 മുതൽ 34 വരെയുള്ള കാലം ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ മറ്റൊരു പ്രഗത്ഭ വ്യക്തിത്വമാണ് KR ഗൗരിയമ്മ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. സർദാർ KM പണിക്കരുടെ ആത്മകഥയുടെ പേരും ആത്മകഥ എന്ന് തന്നെയാണ്. നയതന്ത്ര പ്രതിനിധി, ചരിത്രകാരൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ പണ്ഡിതനായ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് സർദാർ KM പണിക്കർ. സ്വതന്ത്ര ഭാരതത്തിലെ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഇദ്ദേഹം വ്യത്യസ്തനാണ്. ഇദ്ദേഹത്തിന്റെ പേര് KM പണിക്കർ എന്നാണ്. സർദാർ എന്ന അദ്ദേഹത്തിന്റെ പദവി ലഭിക്കുന്നത് 1944 വർഷത്തില് ബിക്കാനീറിലെ പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച സമയങ്ങളിലാണ്. സർദാർ എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. പറങ്കിപ്പടയാളി, കേരള സിംഹം, ധൂമകേതുവിന്റെ ഉദയം തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അടുത്ത നമ്മൾ നോക്കുന്ന ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്കൊരാമുഖം. മലയാള സാഹിത്യ ലോകത്തെ പ്രശസ്തയായ കഥാകൃത്തും നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനമാണ് ഈ ആത്മകഥയുടെ രചയിതാവ്. ലളിതാംബിക അന്തർജനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ അഗ്നിസാക്ഷിയാണ്. ഈ നോവലാണ് പിൽക്കാലത്ത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അഗ്നിസാക്ഷി എന്ന പേരിൽ സിനിമയായിട്ടും ഇറങ്ങിയിട്ടുള്ളത്. 1973 സീത മുതൽ സത്യവതി വരെ എന്ന കൃതിക്ക് നിരൂപണ പഠനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും 1977 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ആദ്യത്തെ വയലാർ പുരസ്കാരവും ലഭിച്ചു. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേരാണ് ആത്മരേഖ. മലയാളത്തിലെ പ്രശസ്തനായ കവിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വളരെ ലളിതമായ രചനാ ശൈലിയാണ് അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകതകൾ. വെണ്ണിക്കുളത്തിന്റെ പ്രധാന കൃതികളാണ് മാണിക്യവീണ, കാമസുരഭി, തുളസീദാസ രാമായണം എന്നിവ. മാണിക്യവീണയ്ക്ക് 1966 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1974 കാമസുരഭി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1969 തുളസീദാസ രാമായണം എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. മുനി നാരായണപ്രസാദിന്റെ ആത്മകഥയുടെ പേരാണ് ആത്മായനം. PWDയിലെ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം ഉദ്യോഗം രാജിവെച്ച് സന്യാസ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. വർക്കലയിൽ ഗുരുകുലത്തിൽ നടരാജഗുരുവിന്റെ ശിഷ്യനായി പിൽക്കാലത്ത് മാറി. ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ഉൾപ്പെടെ നിരവധി പ്രധാന ഗ്രന്ഥങ്ങളെ അദ്ദേഹം വിവർത്തനം ചെയ്യുകയും വ്യാഖ്യാനവും നിർവഹിക്കുകയുണ്ടായി. 2015 കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം അദ്ദേഹത്തിന്റെ സൗന്ദര്യലഹരി എന്ന കൃതിയുടെ വിവർത്തനത്തിന് ലഭിച്ചു. 2018 കേരള സാഹിത്യ അക്കാദമിയുടെ ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ആത്മായനം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് ലഭിച്ചു. അദ്ദേഹത്തിന് 2024 സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ എന്ന പുരസ്കാരവും കൂടി രാജ്യം നൽകി ആദരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ നോക്കുന്നതിലെ അവസാനത്തെ ആത്മകഥയാണ് സഹസ്ര പൂർണിമ എന്ന ആത്മകഥ. CK രേവതിയമ്മയുടെ
ആത്മകഥയാണ് സഹസ്രപൂർണിമ. 1000 പൂർണ്ണചന്ദ്രന്മാർ എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ പ്രശസ്തിയായ വ്യക്തിത്വമാണ് CK രേവതി അമ്മയുടേത്. സഹസ്രപൂർണിമയിൽ CK രേവതി അമ്മ രേഖപ്പെടുത്തിയിരിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ മധ്യകാലങ്ങളിൽ മലബാർ പ്രദേശങ്ങളിലെ തീയർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെ സാമൂഹിക പരിവർത്തനങ്ങളെ സംബന്ധിച്ചാണ്.